മറ്റു വാർത്തയിലേക്ക്. AI വിഷയത്തിൽ മലക്കം മറിഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ AI ചൂഷണത്തിന് വഴിവെക്കുന്നു എന്നാണ് ഇന്നത്തെ പ്രസ്താവന. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യിലാ, കൃഷിക്കാരൻ്റെ കയ്യിലാ, കടത്തരക്കാരൻ്റെ കയ്യിലാ, ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60% തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? പൂർണ്ണാത്മകമായി അന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ സംശയം തള്ളതെന്ന്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. 5% തന്നെ തൊഴിലില്ലായ്മ വന്നാൽ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അത് 60% എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ വളരെ ഗുരുതരമായിരിക്കും. എന്നാൽ AI വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരുന്നുവെന്നാണ് നേരത്തെ പറഞ്ഞത്. എന്ന് പറയുമ്പോൾ എന്തെല്ലാം പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അയ്യെന്ന് വിചാരിച്ചിട്ടുണ്ട്. 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ മാർക്സത്തിന്റെ പ്രസക്തി തീർന്നല്ലോ. അധ്വാനിക്കുന്ന വർഗം തൊഴിലാളി വർഗമല്ലേ? അല്ലേ? ആണ്. പക്ഷെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്നില്ല. ആരാ ഉണ്ടാക്കുന്നത്? AI ഉണ്ടാക്കുന്നു. പിന്നെന്താ ചെയ്യാ? അപ്പോൾ നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിച്ചോളണം. ഈ 60% പിന്നെ എന്തില്ല? വാങ്ങൽ ശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സ്. അതാണ് മാർക്സത്തിന്റെ പ്രത്യേകത. അപ്പോ AI മാർക്സത്തിൽ കൊടുക്കും.